സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫ സ്വർണ്ണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ ആദ്യ നറുക്കെടുപ്പ് കർമ്മവും ഈ വർഷം സർവീസിൽ നിന്നും വിരമിച്ച അധ്യാപകർക്കുള്ള ആദരവ് ചടങ്ങും വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു. നറുക്കെടുപ്പ് കർമ്മം സലഫിയ കോളേജ് പ്രിൻസിപ്പൽ എം സുബേർ നിർവഹിച്ചു. ഷാരിയിൽ കളപ്പാട്ടുകുന്ന് പൊന്നൻ കടവൻ അബ്ദുൾ മനാഫാണ് ആദ്യ നറുക്കെടുപ്പിലെ ഭാഗ്യശാലി. നറുക്കെടുപ്പിൽ വിജയിക്കുകയാണ്. സഫ ഗോൾഡിൻ്റെ ഈ ഒരു ദൗത്യത്തെ നമ്മൾ എടുത്തു പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സമൂഹത്തോടൊപ്പം നിൽക്കുക, അർഹരായ ആളുകളെ വിവിധ രംഗങ്ങളിലുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ആ മഹത്തായ ആ കർമ്മമാണ് സഫ ഗോൾഡ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. രണ്ടാമതായി, സഫയോടൊപ്പം എല്ലാവരും വളരട്ടെ എന്നുള്ളതാണ്. അതായത് സാധുക്കളായ ആളുകൾക്ക് 2000 രൂപ വെച്ച് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ ചേരുമ്പോൾ ആ 24,000 രൂപയുടെ സ്വർണം പണിക്കൂലി ഇല്ലാതെ ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇവിടെ കിട്ടുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് സഫയുടെ ആളുകൾ അതിൻ്റെ ഓണേഴ്സ് ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം അത് അർഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം നറുക്കെടുപ്പിലൂടെ അവരുടെ കൈകളിലേക്ക് തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ആളുകൾക്ക് അർഹമായ അത് എത്തിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഈ നറുക്കെടുപ്പിലൂടെ സഫ നിർവഹിക്കുന്നത്. നല്ലൊരു കാര്യമാണത്. മാത്രമല്ല, സഫയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ലീഗലായി നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഇല്ലീഗാലിറ്റിയും ഇത്തരം കാര്യങ്ങളിൽ സഫയുടെ ഭാഗത്ത് നിന്ന് ഇന്നോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല, 7 സഹോദരങ്ങൾ വളരെ ചെറിയ ഒരു സ്ഥാപനം തൊട്ട് ഉച്ചാരക്കടവിലെ ഒരു വളരെ ചെറിയ സ്ഥാപനം മുതൽ തുടങ്ങി ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയ സ്ഥാപനമായി വളർന്നിട്ടുണ്ട്. GCC കൺട്രികളിൽ ഇതിന് സ്ഥാപനങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ഈ സ്വർണവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസമാണ് അവർ നൽകുന്നത്. ചടങ്ങിൽ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി കോട്ടക്കുന്ന് ALP സ്കൂളിലെ അധ്യാപകരായ കെ സുഹ്റ, N രവീന്ദ്രൻ എന്നിവർക്ക് സഫ ഗ്രൂപ്പ് ഡയറക്ടർ KT അബ്ദുൽ നാസർ സഫ ഗ്രൂപ്പിന്റെ സ്നേഹോപകാരം സമർപ്പിച്ചു. പറയാനുള്ളത് ഈ ഒരു ഉദ്യമം നമുക്കറിയാം, സാറ് പറഞ്ഞു 8ഓളം ബ്രാഞ്ചുകളിൽ ഇവിടെ ഉണ്ട്, കേരളത്തിൽ പുറത്തുണ്ട്. സാറ് സംസാരിച്ചപ്പോൾ തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിക്കുന്ന അവസ്ഥ ഉണ്ട്. കാരണം പിന്നെ അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലും എല്ലാം വളർന്നു വന്നിരിക്കുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനം. അതുപോലെ അതിൻ്റെ ഭാഗമായി തന്നെ ഒട്ടനവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനം കൂടി ആയതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പുരോഗതിയിലും പങ്കാളിത്തം ഉണ്ടാവും, എല്ലാ സഹായം ഉണ്ടാവും. അതുകൊണ്ട് ഈ തന്ന ഈ സ്നേഹാദരത്തിന് വളരെ നന്ദി പ്രകടിച്ചുകൊണ്ട് ഇത്രയും ഒരു വലിയ കുറേ ഇദ്ദേഹം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ 7 ആൾക്കാർ ഡയറക്ടേഴ്സും കുറേ സ്ഥാപനങ്ങൾ അവർക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്കിന്ന് അവർ ബോധ്യപ്പെടുത്തി തന്നു. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത്രയും ഇവിടെ വരുമ്പോഴത്തേനെ ഞാൻ എപ്പോഴും ചോദിക്കും, ഇവിടെ എത്ര സ്റ്റാഫുണ്ട്. നമ്മളെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കും കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഞങ്ങളെ ആ കുട്ടിയൊക്കെ റൊമൈസൊക്കെ നമ്മളെ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കുട്ടിയാണ്. അവൾക്ക് കുറേ കുട്ടികൾക്ക് ഇവിടെ ജോലിയുണ്ട്. അതിന് നല്ലൊരു കാര്യമാണ്. കുറേ ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റിയൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുക പറയുന്നത്. എത്ര കുടുംബങ്ങളാണ് ഇതുകൊണ്ട് പുലരുന്നത് അല്ലേ. പരിപാടിയിൽ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂർ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ, അസിസ്റ്റന്റ് മാനേജർ പ്രേംകുമാർ, PRO നബീൽ ഹമീദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.